അല്ലാതെ രേഖാമൂലം നിൽക്കുകയാണല്ലോ. 7 കോടി ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പായി 7 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നടത്തിയ റിപ്പോർട്ടിൽ ഇന്നലെ ഞാൻ കണ്ടു. റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ ആധികാരികമായി പുറത്തുവിട്ടത് 4 കോടി 49 ലക്ഷം രൂപ ഇനി അദ്ദേഹത്തിന് ചെലവഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ 17 കോടി രൂപ കിട്ടിയതിനകത്താണെന്ന് കണ്ടോണം. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. 25 കോടി രൂപ അനുവദിച്ച് 25 കോടി രൂപയും ചെലവഴിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നേരിട്ടയാളാണ് ജോയിസ് ജോർജ്. 17 കോടി രൂപ കിട്ടിയിട്ട് ഈ നാടിന് ലഭിക്കേണ്ട 4 കോടി രൂപയുടെ അവശേഷിക്കുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പണി എന്നാ? അദ്ദേഹം ഇപ്പോൾ കുറേ വണ്ടി മേടിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലുള്ള എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വണ്ടിയുണ്ട്, എല്ലാത്തിനുണ്ട്. അവിടെയെല്ലാം ഇപ്പോൾ അഡീഷണലായിട്ടൊരു വണ്ടി മേടിച്ച് കൊടുക്കുകയാണ്. എം പിയുടെ പേരിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് MLA മാരുടെ ഫണ്ടിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വാഹനമുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് ചെലവഴിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട പണം എങ്ങനെയാണ് ധൂർത്ത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ്. അതല്ല ചെയ്യേണ്ടത്. തനിക്ക് ലഭിച്ച അധികാരം ഉപയോഗപ്പെടുത്തി ജനങ്ങളൊപ്പം നിൽക്കണം. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നൊരു വാദം, കൊച്ചി കൊടൈക്കനാൽ റോഡിന് വേണ്ടി 1260 കോടി രൂപ, 1260 കോടി രൂപയുടെ 40% പൈസ സംസ്ഥാന ഗവൺമെൻറ് വിഹിതമാണ്. കാരണം കേരളത്തിൽ വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി വരുന്ന പ്രത്യേകിച്ച് റോഡുകൾക്ക് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥലമെടുത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. സ്ഥലമെടുത്ത് കൊടുക്കുന്നതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഭൂമി പൂർണ്ണമായി എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല 40% പദ്ധതി വിഹിതം സംസ്ഥാന ഗവൺമെൻറ് വെക്കണം. അപ്പോൾ 4600 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ആ റോഡിന്. പിന്നെ അദ്ദേഹത്തിന് എന്ത് വാദമാണ്? പിന്നെ തടിയമ്പാട് പാലം സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ 3 പാലങ്ങൾ അനുവദിച്ചാൽ ഒന്നാണ്. അപ്പം ചുമ്മാ അവകാശവാദം ഉന്നയിച്ച് നിയമപരമായി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് സംബന്ധിച്ച് പറയണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളല്ലല്ലോ പറയുന്നത്. ഇപ്പം നിൽക്കുന്ന തങ്കമണി നിങ്ങൾ അന്വേഷിച്ചു. ഒരു നയാ പൈസയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഈ പഞ്ചായത്ത് നടത്തിയിട്ടില്ല, 5 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ വെപ്രാന്തം പൂണ്ട് വിരൽ പിടിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ നന്നായി വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാം. ആ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റോഡ് CRF ഫണ്ട് ജോയിസ് ജോർജ് അനുവദിച്ചതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി ഭാഗമായി വന്നതാണ്. അപ്പോൾ നിങ്ങൾ കടന്നു വന്ന റോഡില്ലേ? അങ്ങനെ ഈ ജില്ലയിൽ 17 റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം എന്തുണ്ടാക്കി? അപ്പം അതുകൊണ്ട് ഇപ്പോൾ പുള്ളി കാശെല്ലാം ചെലവഴിക്കാൻ വേണ്ടി അതിനനുസരിച്ച കാര്യമൊന്നുമില്ല. ജനങ്ങളിതെല്ലാം വിലയിരുത്തും. ഇപ്പോൾ ഇന്നലെ കുറേ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാശടച്ചാൽ കിട്ടുമല്ലോ. അതല്ല ആവശ്യം. പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി വിനിയോഗിച്ചോ? അതാണ് പ്രശ്നം. അതില്ല. അത് കോൺഗ്രസിൻ്റെ തര രാഷ്ട്രീയമാണെന്ന് അവരെക്കാലം ഇത് ചെയ്തിട്ടുണ്ട്. ഒരു ജോയിസിന് പകരം ഒരപരനല്ല 9 അപരം വരട്ടെ. ജോയിസ് ജോർജ് എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളാണ്. ജോയിസ് ജോർജ് MP 5 വർഷം MP എന്ന രൂപത്തിൽ പ്രവർത്തിച്ചു. മാത്രമല്ല MP അല്ലെന്ന്, കസ്തൂരി രംഗൻ ഗാർഗിൽ പ്രശ്നത്തിനകത്ത് അയാൾ നടത്തിയൊരു ഇടപെടലുണ്ട്. അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ വിഷയം അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജോയിസ് ജോർജ് പാർലമെൻറ്റിൽ ഒരു പ്രാവശ്യം പോയതുകൊണ്ടാണ് കസ്തൂരി രംഗൻ ഗാർഗിൽ റിപ്പോർട്ടിനെ തടയാൻ കഴിഞ്ഞെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ രണ്ടാമത് സങ്കീർണം വന്നിരിക്കുന്ന വന്യജീവി പ്രശ്നം. ഈ പാർലമെൻറ്റിനകത്ത് വന്യജീവി നിയമം കാലോചിതമായി മാറ്റം വരുത്തുന്നത് 2014 ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ആളാണ് ജോയിസ് ജോർജ്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ അത്ര ആവശ്യമാണ്. ഇവിടെ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഈ വന്യജീവി ആക്രമണം അവസാനിക്കണം. അതിന് വന്യജീവി നിയമത്തിൽ കാലോചിത മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താൻ ശക്തമായ പാർലമെൻറ്റിൽ ഇടപെടാൻ കഴിയുന്ന ആൾ ജോയിസ് ജോർജ് ആണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനപരമായി വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾ ജോയിസിനോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ജോയിസ് ജോർജിന് എല്ലാ അനുകൂലമായ സാഹചര്യമുണ്ട്.